ബി.ജെ.പി. നേതാവും ബിഗ് ബോസ് താരവുമായ റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബിഗ് ബോസ് താരം വേദലക്ഷ്മി. റോബിൻ രാധാകൃഷ്ണൻ ബി.ജെ.പിയിൽ ചേർന്നതും സ്ഥാനാർത്ഥിയായതും സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണെന്നാണ് വേദലക്ഷ്മിയുടെ ആരോപണം. റോബിൻ ബി.ജെ.പിയെയും പാർട്ടി പ്രവർത്തകരെയും വിമർശിക്കുന്ന വോയിസ് ക്ലിപ്പും തെളിവായി വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടു. യൂഷ്വലി എങ്ങനെയാ ബി.ജെ.പി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യനായിട്ട് സംസാരിച്ചാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. പിന്നാലെ റോബിൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം വാങ്ങിയെന്ന് കാണിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയും വേദലക്ഷ്മി പുറത്തുവിട്ടു. ഇതില് ഇലക്ഷൻ സമയത്ത് റോബിൻ ഒരു ആൾക്ക് കൊടുത്ത് ഇതാക്കുന്ന സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന 40 ലക്ഷം രൂപയുണ്ട്. ഈ പൈസയുടെ സോഴ്സ്, ഈ ഫണ്ടിന്റെ സോഴ്സ് അത് ജനങ്ങളോട് തന്നെ വ്യക്തമാക്കണം. 40 ലക്ഷം ഒന്നുമില്ലല്ലോ. അതിലുള്ള ആളിനെ കണ്ടല്ലോ ബ്രോ, ജോയിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? അല്ലെ ബ്രോ പറയുന്ന വിചാരിച്ചാണ് ഞാൻ നമ്മള് ഫണ്ടൊന്നും കൊടുക്കാത്ത ബൊട്ടീക്കിൽ വെച്ചിട്ട് കൊടുത്ത പൈസയിലുണ്ട്. എന്നാൽ ഓഡിയോ ക്ലിപ്പ് ആണെന്ന് ആരോപിച്ച് റോബിൻ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തി. സംഭവത്തിൽ വേദലക്ഷ്മിക്കെതിരെ റോബിൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സോന ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത്. സോന, ഈ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു സമാന്തരമായിട്ടുള്ള ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണന്റെ കാര്യം പറയുകയാണെങ്കിൽ ബി.ജെ.പിയുടെ ഒരു താര സ്ഥാനാർത്ഥിയായിട്ട് അവർ കൊണ്ടുവന്ന ഒരാളാണ്. ആ റോബിന്റെ ശബ്ദ സന്ദേശമാണ് വേദലക്ഷ്മി അത്തരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനെ ഏതു രീതിയിലാണ് റോബിൻ ഇപ്പോൾ പ്രതിരോധിക്കുന്നത്? എന്താണ് നടക്കുന്നത്? സ്വാതി, ഈ റോബിൻ രാധാകൃഷ്ണനും വേദലക്ഷ്മിയും ഇവരെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ബിഗ് ബോസ് താരങ്ങളാണ്. രണ്ട് വ്യത്യസ്ത സീസണുകളിലായി ബിഗ് ബോസിലെത്തിയ രണ്ട് താരങ്ങളാണ്. അതിലേറ്റവും കോമൺ ആയിട്ട് സാദൃശ്യമുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇരുവരും വിവാദ പരാമർശങ്ങളുള്ള വിവാദ കാര്യങ്ങളിലൂടെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട രണ്ട് ആൾക്കാർ കൂടിയാണ്. എന്തായാലും ഇരുവരും തമ്മിലുള്ള തർക്കമാണ്, സോഷ്യൽ മീഡിയയിലുള്ള തർക്കമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വേദലക്ഷ്മി ഈ റോബിൻ രാധാകൃഷ്ണനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റോബിൻ ബി.ജെ.പിയിൽ എത്തിയത് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് ആണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനെ ഇവർ തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥാപിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയാണ്. നമ്മൾ ആദ്യം കേട്ട ഓഡിയോ ക്ലിപ്പ്, അതിൽ റോബിന്റെ ഒരു മുൻകാലത്തെ ഏതോ ഒരു ഓഡിയോ ക്ലിപ്പാണെന്ന് തോന്നുന്നു. അതിൽ റോബിൻ പറയുകയാണ്, ബി.ജെ.പിക്കാരൊക്കെ തീവ്രവാദികളാണ്, തനിക്ക് ഈ പാർട്ടിയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, താൻ ഒരു സ്ഥാനാർത്ഥിയായാൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ മാത്രമേ സംസാരിക്കാൻ തന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഓഡിയോ ക്ലിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതിന് പിന്നാലെ അവർ മറ്റൊരു വീഡിയോ കൂടെ പുറത്തുവിടുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നത്. മറ്റൊരു വീഡിയോയിൽ അവർ പറയുകയാണ്, റോബിൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു 40 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. അദ്ദേഹം അത് സെറ്റിൽ ചെയ്യുന്ന തരത്തിലൊരു വീഡിയോ, അതാണ് നമ്മൾ രണ്ടാമത്തെ കണ്ട ഒരു വീഡിയോ. അപ്പോൾ ആ പണം അദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടി, അതിന്റെ സ്രോതസ് അദ്ദേഹം വെളിപ്പെടുത്തണം എന്നാണ് ഈ വേദലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾക്ക് പിന്നാലെ റോബിൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ വേദലക്ഷ്മിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാണ് റോബിൻ പറയുന്നത്. പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ വേദലക്ഷ്മിയോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട്. ഇതിനും വേദലക്ഷ്മി മറുപടിയുമായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. റോബിനെ പോലെ പണിയില്ലാതിരിക്കുന്ന ആളൊന്നുമല്ല താൻ, പറയുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി എത്താൻ, തന്റെ സൗകര്യത്തിനും തന്റെ കാര്യങ്ങളൊക്കെ നോക്കി താൻ ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് റോബിൻ കാര്യങ്ങളൊക്കെ ഒരു വിശദീകരണവുമായി ഒരു പ്രസ് മീറ്റും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തന്റെ ആ ശബ്ദ സന്ദേശം, ആദ്യത്തെ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് AI ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ബി.ജെ.പിക്കാരൊക്കെ ഈ വർഗീയവാദികളാണെന്ന് പറയുന്നത് അത് AI ആയി ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അവർക്ക് ഇത്തരം തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞുകൂടെ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് പോയി പരാതി നൽകിയാൽ പോരെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഇരുവരും തമ്മിലുള്ള തർക്കം ഇങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ വേദലക്ഷ്മി ഓരോ വീഡിയോ പുറത്തുവിടുകയാണ്. റോബിൻ അതിരെ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലെ തർക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് നയിക്കുകയാണ്. എന്തായാലും ഇരുവരും തമ്മിൽ മുൻകാലം പരിചയമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. കാരണം ഈ വേദലക്ഷ്മി ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ റോബിൻ അവരെ പിന്തുണച്ചുകൊണ്ടുള്ള സ്റ്റോറികളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും ഇരുവരും തമ്മിലുള്ള തർക്കമാണ് വലിയ രീതിയിലേക്ക് വലിയ വിവാദങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് ഇപ്പോൾ.